ഹായ് ഹലോ ഒലിവ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ CUET UG അക്കൗണ്ടൻസി എക്സാമിൻ്റെ ക്ലാസ്സുകളാണ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, എങ്ങനെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കണ്ടിരുന്നു. നിങ്ങളുടെ CUET UG അക്കൗണ്ടൻസി എക്സാമിന് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ കുറിച്ച് അല്ലെങ്കിൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരുപാട് ക്വസ്റ്റ്യനുകൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന മറ്റൊരു ഭാഗമാണ് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇന്നലെ നമ്മൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പഴയ പാർട്ട്നേഴ്സിന് അവർക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പോർഷനാണ് പിന്നീട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു നഷ്ടം ഉണ്ടാവുന്നുണ്ട്. ആ നഷ്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, സാക്രിഫൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് നമുക്ക് നോക്കാം. The ratio in which the old partners agree to sacrifice their share of profit in the favor of incoming partner is called sacrificing ratio. അപ്പോൾ ഒരു പുതിയ പാർട്ട്ണറെ, ഇപ്പം 3 പാർട്ട്നേഴ്സ് ഉള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയതായി 4മതൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പഴയ പാർട്ട്നേഴ്സിന് കിട്ടിക്കൊണ്ടിരുന്ന പ്രോഫിറ്റിൻ്റെ ഒരു വീതം അവർ ഈ 4മത് വന്ന പാർട്ട്ണർക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയും ആ കൊടുക്കാൻ തീരുമാനിക്കുന്ന അവർക്കുണ്ടാകുന്ന നഷ്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സാക്രിഫൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് റേഷ്യോയിലാണ് ഓരോ പാർട്ട്നേഴ്സും ഈ പുതിയ പാർട്ട്ണർക്ക് കൊടുക്കുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണ്, നേരത്തെ 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് 10,000 ആണെന്നുണ്ടെങ്കിൽ അവർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കിട്ടുക 3,333 ആയിരിക്കും. അവർ പുതിയതായിട്ട് 4മതൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുവാണ്. 4മത്തെ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇനി 4 പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്കാണ് ഈ 10,000 എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവരത് ഈക്വലിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇനി ഓരോ പാർട്ട്നേഴ്സിനും 2,500 വീതം വെച്ചേ കിട്ടത്തുള്ളൂ. നേരത്തെ ഈ 4മത്തെ പാർട്ട്ണർ വരുന്നതിന് മുമ്പ് വരെ അവർക്ക് 3,333 കിട്ടിക്കൊണ്ടിരുന്നിടത്ത് ഇനി തൊട്ട് അവർക്ക് ഈ പുതിയ പാർട്ട്ണർ വന്നതോടുകൂടി 2,500 കിട്ടുന്നുള്ളൂ. അപ്പോൾ അവിടെ ആ 3,333യിൽ നിന്ന് 2,500ലേക്ക് ആ എമൗണ്ട് ഡിക്ലെയിം ചെയ്യുമ്പോൾ അവർക്കൊരു 833 സംതിങ് റുപ്പീസിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ അത്രയും രൂപ കുറവാണ് ഇനി തൊട്ട് പഴയ പാർട്ട്നേഴ്സിന് കിട്ടുക ഈ പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ എമൗണ്ടിനെയാണ്, ആ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള 833 വീതം വെച്ചിട്ടുള്ള ആ ഒരു എമൗണ്ട് കോൺട്രിബ്യൂഷനാണ് നമ്മൾ എന്തെന്ന് പറയുക, സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്ത വഴി അവർ സഹിക്കുന്ന ആ ഒരു നഷ്ടത്തെ, അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രോഫിറ്റിൽ നിന്ന് ഇനി കുറച്ചും കൂടെ നേരത്തെ കിട്ടിയത്രയും കിട്ടില്ല, അപ്പോൾ അവരാ സഹിക്കുന്ന ആ ഒരു നഷ്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് പൊതുവെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ, അങ്ങനെ കൺസെപ്റ്റുകളൊന്നും ആയിരിക്കില്ല ചോദിക്കുന്നത്. നമ്മളോട് കൂടുതലും ചോദിക്കുന്നത് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ തരും, ഇതിൻ്റെ അകത്തുനിന്ന് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാനായിരിക്കും നമ്മളോട് ക്വസ്റ്റ്യനുകൾ കൂടുതലായി ചോദിച്ചു കാണുന്നത്. അപ്പോൾ എന്താണ് സാക്രിഫൈസിങ് റേഷ്യോയുടെ ഇക്വേഷൻ, എത്രയാണ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മൈനസ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്, സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത്രയും ഓർത്ത് വെച്ചേക്കുക. സാക്രിഫൈസിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്നാണ് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മൈനസ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് മൈനസ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ കിട്ടും. ഇനി the amount is shared by the existing partners in the ratio in which they forgo their shares in favor of the new partner is called sacrificing ratio. അതായത് പുതിയൊരു പാർട്ട്ണറിൻ്റെ ഫേവറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾക്ക് പ്രോഫിറ്റ് കൊടുക്കാൻ വേണ്ടി പഴയ പാർട്ട്നേഴ്സ് വേണ്ട എന്ന് വെക്കുന്ന ആ ഒരു ഷെയറിന്, പ്രോഫിറ്റിൻ്റെ ഷെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം, എങ്ങനെയാണ് ഈ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതും ഇങ്ങനെ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. രോഹിത് ആൻഡ് Mohit are partners in a firm sharing profits in the ratio of 5:3 and they admit Bijoy as a new partner for 1/7 share in the profit. The new profit sharing ratio will be 4:2:1. Calculate the profit sharing ratio of Rohit and Mohit. അപ്പോൾ നമുക്ക് രണ്ടുപേരുടെ, അതായത് പഴയ 2 പാർട്ട്നേഴ്സ് ഉണ്ട്, രോഹിത് ആൻഡ് മോഹിത്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3 ആയിരുന്നു. അപ്പോൾ അവരവിടെ പുതിയതായിട്ട് ബിജോയ് എന്ന് പറയുന്ന ഒരു പാർട്ട്ണറെ കൂടെ അഡ്മിറ്റ് ചെയ്തു. ബിജോയ്ക്കുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 1/7 ആണ്.
അപ്പോൾ ബിജോയ്ക്ക് 1/7 പ്രോഫിറ്റ് കൊടുത്തു കഴിയുമ്പോൾ പിന്നീട് ഇനി അങ്ങോട്ടുള്ള ഇവരുടെ 3 പേരുടെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 4:2:1 ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ 5:3 കിട്ടിക്കൊണ്ടിരുന്ന രോഹിത്തിനും മോഹിത്തിനും ഇനി കിട്ടുന്നത് ഏത് റേഷ്യോ ആയിരിക്കും? 4:2 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പുതിയ പാർട്ട്ണറെ 1/7 ഷെയർ കൊടുത്ത് പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന വഴിക്ക് ഈ പഴയ പാർട്ട്നേഴ്സിന് ഉണ്ടാകുന്ന നഷ്ടം അല്ലെങ്കിൽ അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പോൾ നമുക്ക് രോഹിത്തിൻ്റെ സാക്രിഫൈസിങ് എത്രയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. രോഹിത്തിൻ്റെ പഴയ റേഷ്യോ എത്രയാണ്? 5/8 ആണല്ലേ, അവരുടെ 5:3 എന്നുള്ളതായിരുന്നു റേഷ്യോ. അപ്പം അത് നമ്മൾ ഫ്രാക്ഷനിലേക്ക് ഇടുമ്പോൾ രോഹിത്തിൻ്റെ പഴയ ഷെയർ എത്രയാണ്? 5/8. അയാളുടെ പുതിയ ഷെയർ എത്രയാണ്? 4/7. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല. നമുക്ക് ഇക്വേഷൻ എങ്ങനെയാണ്? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ചെയ്യുമ്പോൾ സാക്രിഫൈസ് റേഷ്യോ കിട്ടും. നമുക്കിവിടെ ക്വസ്റ്റിനകത്ത് ഓൾഡ് റേഷ്യോ അവൈലബിൾ ആണ്, ന്യൂ റേഷ്യോ അവൈലബിൾ ആണ്. അത് നമ്മൾ ഇക്വേഷനിലേക്ക് ഇടുമ്പോൾ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കിട്ടും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 5/8 നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4/7 നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്റേഴ്സ് രണ്ടും 56 ആവും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കഴിയുമ്പോൾ 5/8 × 7 എന്താകും? 35/56 ആകും. 4/7 × 8 എത്രയാകും? 32/56 ആകും. അപ്പോൾ രണ്ട് ഡിനോമിനേറ്റേഴ്സ് സെയിമായി. ഇനി നമുക്കത് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ രോഹിത്തിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ എത്ര കിട്ടും? ഓൾഡ് റേഷ്യോ എന്ന് ന്യൂ റേഷ്യോ കുറയ്ക്കുമ്പോൾ 3/56 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത കാണേണ്ടത് മോഹിത്തിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ ആണ്. അതും ഇതുപോലെ തന്നെയാണ്. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സാക്രിഫൈസിങ് റേഷ്യോ കിട്ടും. മോഹിത്തിൻ്റെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3/8 ആണ്, അല്ല ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 2/7 ആണ്. ശ്രദ്ധിക്കണം, ഇവിടെയും എന്താണ്? ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് 3/8 നിന്ന് 2/7 ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല? സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഡിനോമിനേറ്റേഴ്സിനെ സെയിം ആക്കണം. ഡിനോമിനേറ്റേഴ്സിനെ സെയിം ആക്കാൻ വേണ്ടി 3/8 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2/7 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 21/56 എന്നും 16/56 എന്നും കിട്ടും. 21/56 നിന്ന് 16/56 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഹിത്തിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ കിട്ടും, വിച്ച് ഈസ് 5/56. അപ്പോൾ ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ രോഹിത്തിൻ്റെയും മോഹിത്തിൻ്റെയും എത്രയാണ് വരുന്നത്? 3:5 എന്നുള്ള റേഷ്യോയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് നമുക്ക് CUET UG എക്സാമുകൾക്ക് കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനുകളാണ്. കമ്പാരിറ്റീവ്ലി പ്രോബ്ലം ആണല്ലോ എന്ന് വിചാരിച്ച് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഈ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും അല്ലെങ്കിൽ സാക്രിഫൈസ് റേഷ്യോ എന്നൊക്കെ പറയുന്നത് വളരെ ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു 5 മിനിറ്റ് നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് കൺസെപ്റ്റുകൾ മനസ്സിലാക്കി അങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തെറ്റ് സംഭവിക്കുന്നതിനേക്കാൾ കുറവായിരിക്കാം ഈ കാൽക്കുലേഷൻ ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും തെറ്റുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇവിടെ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഷുവറായിട്ട് ക്വസ്റ്റ്യനുകൾക്കകത്ത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകൾക്കകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാൽക്കുലേഷനാണല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.